Hello dear students. അപ്പോൾ ദാ നമ്മൾ നമ്മുടെ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ മറ്റു കുറച്ച് സെറ്റ് ഓഫ് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന്റെ പ്ലാന്റിന്റെ ഇന്റർമീഡിയറ്റ് ഗ്രോത്ത് കണ്ടു, പല ടൈപ്പ് ഗ്രോയിങ് ഫേസ് കണ്ടു അല്ലേ, മെച്ചുറേഷൻ ഫേസ്, ഇലോങ്ങേഷൻ ഫേസ്, അങ്ങനെ 3 ഫേസോളം നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ ഗ്രോത്ത് റേറ്റ്സിനെ പറ്റിയിട്ടും പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ഒരു പ്ലാന്റിനെ സംബന്ധിച്ച് ആ പ്ലാന്റിന് പെട്ടെന്ന് നമുക്ക് നോക്കി അതിനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല, ഗ്രോത്തും കാര്യങ്ങളും. സോ നമ്മൾ അവരുടെ കുറച്ച് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കണേന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ലെ. അപ്പോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിൽ 2 ലീവ്സുകളുടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പടമൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ പടം നോക്കിക്കേ. ആ പടം നോക്കുമ്പോഴേക്കും അതിൽ ലീഫ് എ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അവരുടെ ഇനീഷ്യൽ ഏരിയ എത്രയായിരുന്നു? ആദ്യം ആ ലീഫ് എന്തോരമായിരുന്നു? 5 സെന്റിമീറ്റർ സ്ക്വയർ ആയിരുന്നു അല്ലെ. ആൻഡ് ഫൈനൽ ആയിട്ടുള്ള അവർ വളർന്നു കഴിഞ്ഞപ്പോൾ ഇതോ ഫൈനൽ ഏരിയ ഡബിൾ ആയല്ലേ, 10 സെന്റിമീറ്റർ സ്ക്വയർ ആയി മാറി. സോ ഇറ്റ് ഇൻക്രീസസ് സംതിങ് വിച്ച് ഈസ് അബൌട്ട് 5 സെന്റിമീറ്റർ പെർ സ്ക്വയർ ആയില്ലേ, 5 സെന്റിമീറ്റർ സ്ക്വയർ ആയല്ലേ. ഇനീഷ്യൽ തുടക്കത്തിൽ ഫൈനൽ 10 സെന്റിമീറ്റർ ആയി, ഇനീഷ്യൽ 5 സെന്റിമീറ്റർ സ്ക്വയർ ആയിരുന്നു. സോ നമ്മൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ആ പ്ലാന്റ് എന്തോരം വളർന്നു, ആ പ്ലാന്റിന്റെ ഏരിയ എന്തോരം കൂടിയടാ, 5 സെന്റിമീറ്റർ സ്ക്വയർ ആയിരുന്നു കൂടിയിരുന്നത്. അതേസമയം നമ്മുടെ ലീഫ് ബി അല്ലേ, മച്ചാച്ചിരിയും കൂടെ വലിയ ചേട്ടൻ നോക്കിക്കേ. വലിയ ലീഫ് ചേട്ടന്റെ കേസിൽ എങ്ങനെയാണ് നോക്കിക്കേ, അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം ഇങ്ങനെ നല്ല വലിയ മനുഷ്യനായിരുന്നു അല്ലെ. അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ ഏരിയ എത്രയായിരുന്നു, അല്ലെങ്കിൽ ഇനീഷ്യൽ ആ പ്ലാന്റിന്റെ സർഫസ് ഏരിയ എത്രയായിരുന്നു? 50 സെന്റിമീറ്റർ സ്ക്വയർ ആയിരുന്നു. പിന്നീട് ഫൈനൽ ആയപ്പോ എന്ത് പറ്റി? 55 സെന്റിമീറ്റർ സ്ക്വയർ. ആൻഡ് അവിടെ അപ്പൊ എന്തോരം കൂടി? 5 സെന്റിമീറ്റർ സ്ക്വയർ ആണ് കൂടിയത്. 5 സെന്റിമീറ്റർ സ്ക്വയർ എന്ത് ചെയ്തു? ആ പ്ലാന്റിന്റെ ലീഫിന്, ആ കാണിച്ച ലീഫിന് എന്ത് ചെയ്തു? സർഫസ് ഏരിയ കൂടി. ഓക്കെ, അപ്പോ ഇതാണ് നിങ്ങളുടെ ആ ടെക്സ്റ്റിലെ 2 ലീഫുകളുടെയും ഡിഫറൻസുകൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഡിഫറൻസുകൾ പറഞ്ഞത്. അപ്പൊ നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ എന്താണ് അബ്സല്യൂട്ട് ഗ്രോത്ത് എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഏതൊരു കാര്യത്തിനും എന്താ പറയാ, അബ്സല്യൂട്ട് ആയിട്ട് ആൻസർ എന്ന് പറയുന്നതിന് അതിന്റെ അർത്ഥം എന്താണ്? അതിന് കൃത്യമായിട്ട് എന്തുണ്ട്, ഒരു റിസൾട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ആൻസർ എനിക്ക് തന്നേ പറ്റൂ എന്നൊക്കെ നമ്മളോട് ചിലപ്പോൾ ടീച്ചേഴ്സ് ഒക്കെ ചോദിക്കും അല്ലെ. സോ ആ അബ്സല്യൂട്ട് എന്ന് പറയുന്ന ഇവിടെ വരുന്ന അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു ഷോർട്ട് ഫോം ആണ് ഇത് AGR എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർക്കാനായിട്ട് വിളിക്കാവുന്നതാണ്. ഓക്കെ, സോ അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ടോട്ടൽ ഇൻക്രീസ് ഇൻ ദ സെൽ സർഫസ്, അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റിന്റെ സൈസിന്റെ സർഫസ് എത്രത്തോളം കൂടി പെർ മിനിറ്റ് അല്ലെ. അപ്പോ ഒരു ദിവസം കൊണ്ട് ഒരു ഇല എന്തോരം വളരുന്നുണ്ടാവും? അപ്പൊ അതിനർത്ഥം അവിടെ പെർ മിനിറ്റ് എത്ര ഉണ്ടാവും? 24 hours ഓരോ മിനിറ്റ്സ് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും. ഓക്കെ, അപ്പോ 2 പേരുടെയും കേസിൽ ആക്ച്വലി 2 പേര് 2 ഡിഫറെന്റ് ആയിട്ടുള്ള സൈസിലായിരുന്നു അല്ലെ. ആദ്യത്തെ ഇല ഒരു ചെറിയ ഇലയായിരുന്നു, രണ്ടാമത്തെ ഇല എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതായിരുന്നു. പക്ഷേ എന്തോരമാണ് അവർ ഡിഫറൻസ് വന്നത്? 5 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അവര് വലിപ്പം വെച്ചത്. സോ നമുക്ക് എന്ത് പറയാം? 2 പേരും ഈക്വൽ അല്ലേ. സോ 2 പേരുടെ അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് എന്ത് വന്നടാ? സെയിം ആയിട്ട് വന്നു. ദ അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് ഓഫ് ബി എന്ന് വന്നു, ആണല്ലോ. സോ ദാറ്റ്സ് മീൻസ് അവര് സെയിം അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് കാണിച്ചു. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ഫൈനൽ കൺക്ലൂഷൻ, അതായത് നമ്മൾ ആദ്യമേ രണ്ട് പടത്തിന്റെ ഡിഫറൻസിയേഷൻ ഒക്കെ കണ്ടു. 2 പേരും 5 സെന്റിമീറ്റർ കൂടുതൽ വളർന്നു. സോ അവർ 2 പേരും സെയിം ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സാധനം വളരുന്നു പെർ യൂണിറ്റ് ടൈം അല്ലെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് ചെറിയ രീതിയിൽ ഒരു കൺക്ലൂഷൻ വൈസ് എഴുതിയാൽ എങ്ങനെ പറയാം? 2 ലീവ്സുകളും എന്ത് കാണിച്ചു? സെയിം അബ്സല്യൂട്ട് ഗ്രോത്ത് കാണിച്ചു, ആണല്ലോ. എ ലീഫ് എന്തോരം കാണിച്ചു? 5 സെന്റിമീറ്റർ കൂടി. അതുപോലെ തന്നെ ബി ലീഫ് എന്തോരം കാണിച്ചു? 5 സെന്റിമീറ്റർ തന്നെ കൂടി. അപ്പോ ഒരു ലീഫ് എ എന്ന് പറയുന്ന ആള് കുറച്ചും കൂടെ റിലേറ്റീവ് ഗ്രോത്ത് കാണിച്ചു. കാരണം അദ്ദേഹത്തിന്റെ വളർച്ച വെച്ച് നോക്കുമ്പോ എന്താ, അദ്ദേഹം കുറച്ച് വലുതായി എന്നൊക്കെ അറിയാം അല്ലെ. പക്ഷേ വലിയ ലീഫിന്റെ കേസിൽ എങ്ങനെയാണ്? വലിയ ലീഫ് ഇങ്ങനെ ഇരിക്കായിരുന്നു, അയാൾ കുറച്ചും കൂടി ഇങ്ങനെ വളർന്നു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ. സോ ഇത്തരത്തിലുള്ള ഗ്രോത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് ഗ്രോത്ത് എന്ന് വിളിക്കും. എന്താണ്? റിലേറ്റീവ് ഗ്രോത്ത്. ഓക്കെ, റിലേറ്റീവ് ഗ്രോത്ത് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സോ എ എന്ത് ചെയ്തു? എ എന്ന് പറയുന്ന ആള് സ്മോളിൽ, അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്, എ എന്ന് പറയുന്ന ആള് സ്മോളിൽ നിന്ന് തുടങ്ങി, ബട്ട് ആൾ എന്തായി? ഡബിൾ സൈസ്ഡ് ആയി, ആണല്ലോ. 5 സെന്റിമീറ്റർ ആയിരുന്നു അയാളുടെ ആദ്യത്തെ വലിപ്പം. പിന്നീട് അയാൾ എത്രയായിട്ടാ മാറിയത്? 10 ആയി മാറി. അതേസമയം
50 സെന്റിമീറ്റർ ഉള്ളത് 50 സെന്റിമീറ്റർ സ്ക്വയർ ഉള്ള ആൾ എത്രയായുള്ളൂ? 55 ആയുള്ളൂ അല്ലെ? 5 കൂടിയതേ ഉള്ളൂ. പക്ഷെ ഇവിടെ എന്താ പറ്റിയേ? അവര് ഡബിൾ അല്ലേ ആയത്. ഇവരെ വെച്ച് നോക്കുവാണെങ്കിൽ ഇയാൾ 100 ആയാൽ അല്ലെ ഇവര് തുല്യരാണെന്ന് പറയാൻ പറ്റൂ. ദാറ്റ് ഈസ് നോൺ ആസ് ദി റിലേറ്റീവ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ബി എന്ന് പറയുന്നത് ഓൾറെഡി വലുതാണ്. സോ ഇറ്റ്സ് ഹാവ് എ സെയിം ഇൻക്രീസ് ബട്ട് ലെസ് സിഗ്നിഫിക്കന്റ് ആണ് അല്ലെ? സംഭവം ശരിയാണ്, പക്ഷെ എന്താണ് അവരുടെ സിഗ്നിഫിക്കൻസ് നോക്കുമ്പോൾ അത്രയൊന്നും ഇല്ല. എനെ വെച്ച് നോക്കുമ്പോൾ ബി ചെയ്ത കാര്യം അത്ര വലുതൊന്നും അല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ചുമ്മാ പറയാം. ഓക്കെ, രസത്തിന് പറയാം. അപ്പോ ഈ പറയുന്ന ലീഫ് ആയിക്കോട്ടെ, നമ്മളുടെ ചെടിയിലുള്ള ഏത് ഭാഗവും ആയിക്കോട്ടെ, ഇപ്പൊ നമ്മൾ ലീഫിന്റെ കേസാണല്ലേ പറഞ്ഞേ, ലീഫിന്റെ കേസാണ് പറഞ്ഞത്. അപ്പൊ ലീഫ് അല്ലാതെ പിന്നെ ഇവിടെ എന്തൊക്കെ ഉണ്ടാവും? ഫ്രൂട്ട്സ് ഉണ്ടാവും, അതുപോലെ എന്തുണ്ടാവും അവിടെ? ബഡ്സ് ഉണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ, ഫ്ലവേഴ്സ്. അപ്പൊ ഈ പറയുന്ന പ്ലാന്റിന് വളരാനുള്ള കുറേ സാഹചര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ വൺ ഓഫ് ദ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളുടെ വെള്ളം. ഓഫ് കോഴ്സ് വെള്ളം വേണം, ഓക്സിജൻ വേണം, അതുപോലെ തന്നെ ന്യൂട്രിയൻസുകള്, ടെമ്പറേച്ചർ, ലൈറ്റ് ആൻഡ് ഗ്രാവിറ്റി. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്ലാന്റിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വളരെ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഗ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഓരോ കണ്ടീഷൻസ് ആയിട്ട് നോക്കാം. ആൻഡ് ദ ഫസ്റ്റ് വൺ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ വാട്ടർ. എങ്ങനെയാണ് ജലം അഥവാ വെള്ളം അഥവാ വാട്ടർ ഒരു പ്ലാന്റിനെ എന്ത് ചെയ്യുന്നത്? വളർച്ചയ്ക്ക് സഹായിക്കുന്നത്? ഓഫ് കോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? റൂട്ട് ആണ് അല്ലെ പ്രധാനപ്പെട്ട മനുഷ്യൻ. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന വെള്ളത്തിനെയൊക്കെ വലിച്ചെടുത്ത് എന്തിനെ സഹായിക്കുന്നു? ഇറ്റ് വിൽ നീഡ് ഫോർ ദ സെൽ എൻലാർജ്മെന്റ് അല്ലെ? നമ്മളുടെ ചെടികളുടെ കോശങ്ങളെ വളരാൻ സഹായിക്കുന്നു, വലുതാകാൻ സഹായിക്കുന്നു. ആൻഡ് ഇറ്റ്സ് ഓൾവേസ് മെയിൻറ്റെയിൻ എ ടർജിഡിറ്റി അല്ലെ? ടർജിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മളിപ്പോ സിമ്പിൾ ആയിട്ട് ഓർത്താൽ മതി, നമ്മളിപ്പോ വെള്ളമൊന്നും കുടിക്കുന്നില്ല, വളരെ ക്ഷീണിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം കുറെ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു റിഫ്രഷ്മെന്റ്, നമുക്ക് ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അതേ ഫ്രഷ്നെസ് പോലെ പ്ലാന്റ്സുകൾ ഫ്രഷ് ആണെന്ന് പറയണമെങ്കിൽ ആ പ്ലാന്റ്സുകൾക്ക് ഒരു ടർജിഡിറ്റി, എന്താണ്? വെള്ളം കൊണ്ട് ഇങ്ങനെ വീർത്തിരിക്കുന്ന ഒരു പരുവമായിരിക്കണം. ഓക്കെ, സോ ആ വീർത്തിരിക്കുന്ന പരുവം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് ആര്? വെള്ളം എന്ന് പറയുന്നത്. ഇപ്പൊ ബലൂണിൽ നമ്മൾ വെള്ളം നിറയ്ക്കുന്നതും എയർ നിറയ്ക്കുന്നതും വ്യത്യാസമില്ലേ? ബലൂണിൽ വെള്ളം നിറയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു രസമാണ് അല്ലെ? എന്ന് പറയുന്ന പോലെ പ്ലാന്റ്സുകൾക്ക് ടർജിഡിറ്റി കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളുടെ വാട്ടർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. ദെൻ ഇറ്റ് ഈസ് എ മീഡിയം ഫോർ എൻസൈമാറ്റിക് റിയാക്ഷൻ ആണല്ലോ. നമ്മളുടെ പ്ലാന്റ്സുകളിൽ നടക്കുന്ന ഒരുപാട് റിയാക്ഷൻസുകൾ ഉണ്ട് അല്ലെ? നമ്മുടെ ഇപ്പൊ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ് ആയാലും ന്യൂട്രിയൻസുകളുടെ അബ്സോർപ്ഷൻ ആയാലും അവിടേക്ക് നമുക്ക് ആര് വേണം? ഒരു കൂട്ടായിട്ട് എപ്പോഴും ലയിപ്പിക്കാൻ നമുക്ക് ആരെ വേണോടാ? വെള്ളത്തിന് വേണം. സോ വാട്ടർ ഈസ് ആക്ടിങ് ആസ് എ മീഡിയ ഫോർ എൻസൈമാറ്റിക് റിയാക്ഷൻസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ആളാണ് ഓക്സിജൻ അഥവാ വായു അല്ലെ? ഓക്സിജൻ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾക്ക് എന്തിനാണ് ഓക്സിജൻ? നമുക്ക് ഓക്സിജൻ ജീവൻ നിലനിർത്താനാണ് അല്ലെ? നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ വലിച്ചെടുക്കുന്നു, നമ്മുടെ ബ്ലഡിൽ അവർ പോയിട്ട് എന്ത് ചെയ്യുന്നു? പ്യൂരിഫൈ ചെയ്ത് സകലെടുത്തോട്ട് ഓക്സിജൻ എത്തിച്ച് നമ്മൾ എന്താവുന്നു? ഉന്മേഷഭരിതരാക്കുന്നു. അതേപോലെ തന്നെ പ്ലാന്റ്സുകളുടെ റെസ്പിറേഷന് വേണ്ടിയിട്ടാണ് ആര് സഹായിക്കുന്നത്? ഓക്സിജൻ എന്ന് പറയുന്ന സാധനത്തിന്റെ അത്യാവശ്യം. ആൻഡ് ഇറ്റ്സ് വിൽ ഓൾവേസ് പ്രൊവൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? എനർജി, നമ്മളുടെ വളരാൻ ആവശ്യമായിട്ടുള്ള എനർജി റിലീസ് ചെയ്യുന്നു. സോ ഓക്സിജന്റെ 2 കീ പോയിന്റ്സുകളാണ്. ഏതൊക്കെയാണ്? ഒന്നെന്ന് പറഞ്ഞാൽ റെസ്പിറേഷൻ, രണ്ടെന്ന് പറഞ്ഞാൽ എനർജി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോ ഈ രണ്ടാമത്തെ ഘടനയായ ഓക്സിജൻ എന്ന് പറയുന്ന ആള്, അയാൾക്ക് എന്തോരം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലായില്ലേ? റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ അവിടെ 2 കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ? ഫോട്ടോസിന്തസിസ് ആണല്ലോ, ഫോട്ടോസിന്തസിസ്. പിന്നെ ഇവര് ഈ കാര്യം നടത്തിയാലല്ലേ നമുക്കും വായു കിട്ടുള്ളൂ. സോ പ്ലാന്റ്സുകൾ വളർന്നാലേ നമ്മൾ ജീവിക്കുള്ളൂ അല്ലെ? സോ എപ്പോഴും പ്ലാന്റ്സ് ഒക്കെ വളർത്തി നോക്കുക. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ആണ് ന്യൂട്രീഷ്യൻസുകൾ എന്ന് പറയുന്നത്. പോഷകങ്ങൾ ആണല്ലോ. നമ്മളെ ജീവൻ നിലനിർത്താൻ വെള്ളം മാത്രമാണോ കുടിക്കുന്നേ? വായു മാത്രമാണോ വലിച്ചെടുക്കുന്നത്? അല്ല അല്ലെ? കുറെ വായു വലിച്ചെടുത്തോണ്ടിരുന്ന ഗ്യാസ് കയറും. അപ്പൊ എന്ത് പറ്റും? നമുക്ക് ഭക്ഷണം വേണം. എന്ന് പറയുന്നത് പോലെ പ്ലാന്റ്സുകൾക്കും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? ഭക്ഷണം എന്ന് പറയുന്നത് അഥവാ ന്യൂട്രിയൻസുകൾ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി മേക്കിംഗ് ദ എന്തിനു വേണ്ടിയിട്ടാണ്? പ്ലാന്റ്സിന്റെ ഉള്ളിലുള്ള പ്രോട്ടോപ്ലാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? പ്രോട്ടോപ്ലാസം കൂടുമ്പോ എന്ത് സംഭവിക്കുന്നുണ്ട്? കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നല്ലേ? സെല്ലിന്റെ ഡിവിഷൻ, എൻലാർജ്മെന്റിനെയൊക്കെ സഹായിക്കുന്ന ഒരാളാണ്. ആൻഡ് ഹി വിൽ പ്രൊവൈഡ് മാക്സിമം എനർജി ആൻഡ് മിനറൽസ്, ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അത് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇറ്റ് വിൽ പ്രൊവൈഡ് എനർജി ആൻഡ് മെറ്റീരിയൽസ്, ന്യൂട്രിയൻസും നമ്മളുടെ മിനറൽസ് ഒക്കെ ചെടി വലിച്ചെടുക്കുമ്പോൾ ആവശ്യമുള്ള എനർജിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ആ പ്ലാന്റ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ന്യൂട്രിയൻസ് കഴിഞ്ഞാൽ
ആൻഡ് ദ ഫോർത്ത് വൺ ആണ് പ്ലാന്റ്സിന് ഒരു ടെമ്പറേച്ചർ ആവശ്യമുണ്ട്. പ്ലാന്റ്സിന് എല്ലാ പ്ലാന്റ്സും ഒരേ ചൂടിലാണോ ഇവിടെ ജീവിക്കുന്നത്? അല്ല. എന്നാൽ എല്ലാ പ്ലാന്റ്സുകളും നല്ല രീതിയിൽ തണുപ്പുള്ള സ്ഥലത്ത് മാത്രം കാണുന്നുണ്ടോ? ഇല്ല. ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ ആണ് എപ്പോഴും ആർക്ക് വേണ്ടത്? നമ്മുടെ പ്ലാന്റ്സിന് വേണ്ടത്. അപ്പോ നോക്കിക്കേ, ഓരോ പ്ലാന്റ്സിനും അതിൻ്റെതായ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ റേഞ്ച് ഉണ്ടാവും. ഇപ്പൊ ഹിമാലയയിൽ കാണുന്ന പ്ലാന്റ്സുകളൊക്കെ നമ്മുടെ നാട്ടിൽ എന്താ പറയാ സക്സീഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അവരുടെ അവിടുത്തെ ക്ലൈമറ്റ് വേറെയാണ്, നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് വേറെയാണ്. സോ ചില പ്ലാന്റ്സുകളിൽ ഇപ്പോ ഹൈ ടെമ്പറേച്ചർ വന്നാലും വളരെ ലോ ടെമ്പറേച്ചറിൽ ഒരു ചെടി നട്ടാലും എന്താണ്, ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട് ആണല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സോ ടെമ്പറേച്ചർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. പിന്നെ ഉള്ളതാണ് നമ്മുടെ ലാസ്റ്റ് വൺ ആയിട്ടുള്ള ലൈറ്റ് ആൻഡ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ലൈറ്റ് ആൻഡ് ഗ്രാവിറ്റി അല്ലെ. നമുക്കറിയാം നമ്മളുടെ എൻവയോൺമെന്റിനെ സംബന്ധിച്ച് എൻവയോൺമെന്റിലെ ഏറ്റവും കൂടുതൽ ഒരു സിഗ്നൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ആര്? ഈ പറയുന്ന ലൈറ്റും ഗ്രാവിറ്റി. കാരണം എന്താണ്, നമുക്കറിയാം ചെടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ചെടികൾക്ക് ഫോട്ടോസിന്തസിസിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആളാണല്ലേ ലൈറ്റ്. ഏത് ലൈറ്റാ? ട്യൂബ് ലൈറ്റ് ആണോ? അല്ല, നമ്മളുടെ സൺലൈറ്റ് എന്ന് പറയുന്നത്. സോ ഹീസ് റിയലി ഇമ്പോർട്ടൻറ്റ് തിങ് ആൻഡ് ഹീസ് ആക്ട് ആസ് എ എൻവയോൺമെന്റൽ സിഗ്നൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എൻവയോൺമെന്റൽ സിഗ്നൽസ് എന്ന് പറയുമ്പോൾ മേ ബി ലൈറ്റിന്റെ പ്രസൻസിലാണ് ഓരോ കാര്യം. നമുക്കിപ്പോ സൂര്യന്റെ വെട്ടത്തിലല്ല നിങ്ങൾ ഓരോ കാര്യം അറിയുന്നേ. ഇന്ന് നല്ല വെയിലാണ്, കുഴപ്പമില്ല. സൂര്യനെ കാണുന്നില്ല, നല്ല മഴക്കാറാണല്ലോ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. സോ ഇത് ആക്ച്വലി ഇറ്റ് വിൽ ഇൻഫ്ലുവൻസ് ഡയറക്റ്റ് ആൻഡ് സ്റ്റേജസ് ഓഫ് ദി ഗ്രോത്ത് അല്ലെ. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇവര് ഒരു പ്ലാന്റിന്റെ ഡയറക്ഷൻ നമ്മള് മറ്റേ ഫോട്ടോട്രോപ്പിസ് അതിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് സംഭവം? നമ്മളുടെ ഇപ്പൊ ഒരു ചെടിച്ചട്ടി മറിഞ്ഞു കിടക്കുവാണെന്ന് വിചാരിക്കുക അല്ലെ. ഒരു ചെടിച്ചട്ടി ഇങ്ങനെ മറിഞ്ഞു കിടക്കുവാണ്. പ്ലാന്റ് എന്താ ഇങ്ങനെയായിരുന്നു അല്ലെ. പ്ലാന്റ് ഇങ്ങനെ ഇരിക്കുക. പക്ഷെ എന്ത് പറ്റും? കുറച്ചു ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ പ്ലാന്റ്സ് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് വളരാൻ തുടങ്ങൂല്ലേ. ഇലകളൊക്കെ ഇങ്ങനെ വന്ന് പൂക്കളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങും. കാരണം എന്താ? ഇവരുടെ റൂട്ട് ഗ്രാവിറ്റേഷൻ വഴി താഴത്തോട്ടാണ് വലിക്കുന്നത്. ഇപ്പൊ നമ്മള് ഒരു എന്താ പറയാ വിൻഡോന്റെ അടുത്ത് കൊണ്ട് നമ്മളൊരു ചെടിച്ചട്ടി വെച്ചു ആണല്ലോ. ചെടിച്ചട്ടി വെക്കുമ്പോഴേക്കും ഇപ്പൊ വിൻഡോന്റെ അടുത്ത് വെച്ചേക്കുക, ഇവിടെയാണ് നമ്മുടെ ചട്ടിയിൽ ചെടി ഇരിക്കണേന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് പറ്റുന്നു? അത്രയും നാൾ ഇങ്ങോട്ട് ഒരു വരിവുണ്ടായത് ചെടി എന്ത് ചെയ്യുന്നു? മെല്ലെ മെല്ലെ നമ്മുടെ വിൻഡോ സൈഡിലേക്ക് വലിയാൻ തുടങ്ങും. കാരണം എന്താ? സൺലൈറ്റ് കിട്ടുന്നത് അവിടെ നിന്നാണ്. സോ ചെടി അങ്ങോട്ടേക്ക് ഒരു ചായ്വുണ്ടാവും. ഓക്കെ. സോ ഇവര് രണ്ടുപേരും പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആളാണ്. ഓക്കെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാന്റ്സുകളെ പല എന്താ പറയാ സ്റ്റേജസ് ഓഫ് കാര്യങ്ങളാണ്. ഡിഫറൻസിയേഷൻ, റീഡിഫറൻസിയേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറെ ടോപ്പിക്സിലാണ് നമ്മൾ ഇനി അടുത്ത സെറ്റ് ഓഫ് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ. ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? എന്താ? പല ഇതിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അവിടെ എന്ത് നടക്കുന്നു? സെൽ ഡിവിഷൻ സാധ്യമാവുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ. ദ പ്രോസസ് ബൈ വിച്ച് മെരിസ്റ്റമാറ്റിക് സെൽസുകളാണ് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. മെരിസ്റ്റമാറ്റിക് സെൽസ് നമുക്കറിയാം 1, 2 ആവുന്നു, 2, 4 ആവുന്നു, അങ്ങനെ കുറെ സെൽ ഡിവിഷൻ നടക്കുന്നതാണ് മെരിസ്റ്റമാറ്റിക് ഡിവിഷൻ എന്ന് പറയുന്നത്. സോ ഈ മെരിസ്റ്റമാറ്റിക് സെൽസുകൾ പിന്നീട് മാറി ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ആവുന്നു. ആ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സുകൾ എന്താവുന്നു? സ്പെഷ്യലൈസ്ഡ് ഫംഗ്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നു. ഓക്കെ. അപ്പോ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണെങ്കിൽ സൈലം എന്ന് പറയുന്ന ആളൊരു എന്താ പറയാ സ്പെഷ്യലൈസ്ഡ് സെൽസുകളാണ് അല്ലെ. സ്പെഷ്യലൈസ്ഡ് ആൾക്കാരാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ? വാട്ടർ കണ്ടക്ഷൻ. ഇപ്പൊ ഫ്ലോയം ആണെങ്കിലോ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ ഫോർ ദി എന്തിനു വേണ്ടിയിട്ടാ? ഫുഡ് കണ്ടക്ഷൻ അല്ലെ. അപ്പോ ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നവരാണ് ഇത് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന പ്ലാന്റിന്റെ ഗ്രോത്ത്. ഓക്കെ. സോ ഇവിടെ എന്ന് പറയുമ്പോൾ ഡ്യൂറിങ് ഡിഫറൻസിയേഷൻ സെൽസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സെൽസുകൾ നല്ല രീതിയിൽ ഡിവൈഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആക്റ്റീവ്ലി ഡിവൈഡ് ചെയ്ത് ഇറ്റ് വിൽ ലോസ് ദ പവർ ഓഫ് ഡിവിഷന്റെ പവർ ലോസ് ആവുന്നത് വരെ ആക്റ്റീവ്ലി അവരെ ഡിവൈഡ് ചെയ്ത് സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് ആവുന്നു. ആ സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് സ്പെഷ്യൽ ഫങ്ഷൻസുകൾ പെർഫോം ചെയ്യുന്നു. ഓക്കെ. സോ ഇത്രയുമാണ് ഇവിടെ വരുന്നത് ഡി ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന നമ്മളുടെ ടോപ്പിക്കിൽ വരുന്നത്. ആൻഡ് നോക്കിക്കേ, ഈ പറയുന്ന ഡിഫറൻസിയേഷൻ കഴിഞ്ഞാൽ വരുന്ന അടുത്ത സ്റ്റെപ്പാണ് ഇത് ഡി ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ മെരിസ്റ്റമാറ്റിക് സെൽസുകൾ എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ് ഡിവിഷൻ നടത്തി മാക്സിമം ഗ്രോത്ത് റേറ്റ് വരെ പോയി
ഡിവിഷൻ നടത്തി സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സുകളിൽ നിന്നും സ്പെഷ്യലൈസ്ഡ് ഫംഗ്ഷൻസുകൾ പെർഫോം ചെയ്യാൻ പ്രാപ്തരാകുന്നു. ആൻഡ് ദ നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് വരുന്ന ഗ്രോത്ത് ആണ് ഇത് ഡി ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഡി ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ ഡിഫറൻസിയേഷൻ എന്തായിരുന്നു? മെരിസ്റ്റമാറ്റിക് സെൽസുകളുടെ കേസായിരുന്നു. പക്ഷേ ഡി ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ എന്താ? അവിടെ ഒരു ഡി നെഗറ്റീവ് അല്ലെങ്കിൽ ഡിമെറിറ്റ് എന്നൊക്കെ പറയാം അല്ലെ. അപ്പൊ ഇവിടെ നേരെ തിരിച്ച് നമ്മളുടെ മറ്റേ ചേട്ടന്മാർ അല്ലെ, പാരൻകൈമാറ്റിക് സെൽസുകളെയൊക്കെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടില്ലേ? നമ്മുടെ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസും കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂസും അവരെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ പ്രോസസ് എന്ന് പറയുമ്പോൾ ലിവിങ് ആയിട്ടുള്ള ഡിഫറെന്റ് സെൽസുകളാണ് ഈ ഒരു പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ സെൽസ് വിൽ റിഗെയിൻ ദ പവർ ടു ഡിവിഷൻ അല്ലെ. നല്ല രീതിയിൽ ഇവർക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് അല്ലെ, ശരിയല്ലേ? കാരണം ഇവരെന്ന് പറഞ്ഞാല് ഡിവിഷൻ ചെയ്ത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള സെൽസുകൾ ആയിരിക്കും. എക്സാമ്പിൾ നമ്മളുടെ പാരൻകൈമ സെൽ ഫോംസുകൾ ഇവര് ചെയ്യുന്നത് ഇന്റർസെല്ലുലാർ കാമ്പിയം അല്ലെ ആണല്ലോ. ഇന്റർഫെസിക്കുലാർ കാമ്പിയം അതുപോലെ തന്നെ കോർക്ക് കാമ്പിയത്തിന്റെ പ്രൊഡക്ഷൻ ഒക്കെ ഏത് സ്റ്റെപ്പിലാണ് നടക്കുന്നത്? ഡി ഡിഫറൻസിയേഷൻ സമയത്താണ് നടക്കുന്നത്. ആൻഡ് ദീസ് സെൽസ് വിൽ റിമൈൻ എന്ത് ചെയ്യുന്നുണ്ടടാ? എഗെയിൻ എന്ത് ചെയ്യുന്നു? ആ പ്ലാന്റ്സുകളെ ഡിവൈഡ് ചെയ്യാൻ സഹായിക്കുന്നു. ദെൻ ഇറ്റ് വിൽ ബിഹേവ് ലൈക്ക് മെറിസ്റ്റമാറ്റിക് സെൽസുകളായി മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ മെറിസ്റ്റമാറ്റിക് സെൽസ് ആ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഡി ഡിഫറൻസിയേഷന്റെ ഭാഗത്ത് വരുമ്പോൾ എങ്ങനെയാണ്? പാരൻകൈമ സെൽസുകളാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ആളാണ് റീഡിഫറൻസിയേഷൻ. മാറിപ്പോരുത്. ഡിഫറൻസിയേഷൻ, ഡി ഡിഫറൻസിയേഷൻ, റീഡിഫറൻസിയേഷൻ. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച ഡിഫറൻസിയേഷൻ പിന്നെയും വരുവാണ്. അപ്പൊ അവിടെ മെരിസ്റ്റമാറ്റിക് സെൽസ് ആയിരിക്കും, പാരൻകൈമ സെൽസ് ആയിരിക്കോ? മെരിസ്റ്റമാറ്റിക് സെൽസ് ആയിരിക്കും ആണല്ലോ. സോ അപ്പോ ഈ ഒരു പ്രോസസ് ആരിന് ശേഷമാണ് വരുന്നത്? ഇറ്റ് ഈസ് ആഫ്റ്റർ ഡി ഡിഫറൻസിയേഷൻ ആണല്ലോ. ഡി ഡിഫറൻസിയേഷൻ കഴിഞ്ഞു വരുന്ന സ്റ്റെപ്പാണ് ഇത് റീഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ദാറ്റ് വിച്ച് ഫോംഡ് ഓർ സെൽസ് ആഫ്റ്റർ ഏതാണ്? ഡി ഡിഫറൻസിയേഷൻ. ഇവിടെ വരുന്ന സെൽസുകളുടെ സെൽ ഡിവിഷന്റെ പവർ ഇവിടെയും വരുമ്പോൾ എന്താവുന്നുണ്ട്? നഷ്ടമാവുന്നുണ്ട്, ലോസ് ആവുന്നുണ്ട്. ഇറ്റ് വിൽ ലോസ് ദ പവർ ഓഫ് ഡിവിഷൻ എഗെയിൻ ആൻഡ് ബിക്കം എന്തായി മാറുന്നു? ആദ്യത്തെ പോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് സെൽസ് ആയി മാറുന്നു. എക്സാമ്പിൾ കാമ്പിയത്തിൽ വരുന്ന സെക്കൻഡറി സൈലം, സെക്കൻഡറി ഫ്ലോയം സ്ട്രക്ചേഴ്സുകളൊക്കെ എങ്ങനെയാണ് ഈ പറയുന്ന റീഡിഫറൻസിയേഷന്റെ ഭാഗമായിട്ട് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ നോക്കിക്കേ, ആദ്യത്തേതായിരുന്നു ഡിഫറൻസിയേഷൻ ആയിരുന്നു, രണ്ടാമത്തേത് ഡി ഡിഫറൻസിയേഷൻ, മൂന്നാമത്തേത് റീഡിഫറൻസിയേഷൻ അല്ലെ. അപ്പൊ ആദ്യത്തെ കേസിൽ എന്താ നടന്നുകൊണ്ടിരുന്നത്? ആദ്യത്തെ കേസിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരുന്നു? സെൽസ് ഒക്കെ ഡിവൈഡ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷനിലേക്ക് ലീഡ് ചെയ്യുമായിരുന്നു. ആൻഡ് ദ സെക്കൻഡ് വൺ ഏതാണ്? ഡി ഡിഫറൻസിയേഷൻ. മെരിസ്റ്റമാറ്റിക് സെൽസിന് പകരം പാരൻകൈമ സെൽസുകളാണ് അവിടെ എന്തിനിതാവുന്നത്? നമ്മളുടെ ഡിവിഷനെ പ്രാപ്തരാക്കുന്നത്. ആൻഡ് ദ തേർഡ് വൺ ആയിട്ടുള്ള റീഡിഫറൻസിയേഷൻ എന്താ? തിരിച്ച് ഡി ഡിഫറൻസിയേഷൻ കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് അല്ലെങ്കിൽ പ്രോസസ്സാണ്. അവിടെ എന്ത് വരുന്നു? തിരിച്ച് നമ്മുടെ മെരിസ്റ്റമാറ്റിക് സെൽസുകളാണ് ആ പ്രോസസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ സെക്കൻഡറി സൈലം ആൻഡ് സെക്കൻഡറി ഫ്ലോയം വിച്ച് ഈസ് നമ്മളുടെ കാമ്പിയത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് പ്രോസസ്സ് വഴിയാണ്? റീഡിഫറൻസിയേഷൻ വഴിയാണ്. ഇനി നോക്കിക്കേ, നമുക്ക് ഇതിന്റെ ഒരു ഫ്ലോ ചാർട്ട് നോക്കാം. ആദ്യമേ എന്ത് പറ്റുന്നു? മെരിസ്റ്റമാറ്റിക് സെൽസുകളുടെ സഹായത്തോടു കൂടി ഡിഫറൻസിയേഷൻ നടക്കുന്നു, ശരിയാണല്ലോ. പിന്നീട് എന്താ വരുന്നേ? നമ്മളുടെ പെർമനന്റ് ടിഷ്യൂസ് അല്ലെങ്കിൽ നമ്മളുടെ കോളൻ ഗൈമയൊക്കെ വഴി നമ്മൾ പാരൻകൈമ വഴി നമ്മൾ എന്ത് നടത്തുന്നു? ഡി ഡിഫറൻസിയേഷൻ നടത്തുന്നുണ്ട്. ഡി ഡിഫറൻസിയേഷൻ. പിന്നെ എന്ത് പറ്റുന്നു? നമ്മളുടെ കാമ്പിയം അല്ലെങ്കിൽ കാമ്പിയം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡി ഡിഫറൻസിയേഷന്റെ ഭാഗമായിട്ട്. ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഏതാണ്? സെക്കൻഡറി ടിഷ്യൂസുകൾ ഫോം ചെയ്യാൻ അവിടെ ആരുണ്ട്? റീഡിഫറൻസിയേഷൻ ഉണ്ട്. അപ്പൊ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് അതെന്ത് ചെയ്യുന്നു? ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ നമ്മളുടെ പെർമനന്റ് ടിഷ്യൂസുകൾ ഡി ഡിഫറൻസിയേഷൻ നടത്തുന്നു. ആൻഡ് ദ തേർഡ് വൺ ആയിട്ടുള്ള നമ്മളുടെ സെക്കൻഡറി സൈലം, സെക്കൻഡറി ഫ്ലോയം, അതായത് സെക്കൻഡറി ഗ്രോത്തിന് വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നു? നമ്മളുടെ റീഡിഫറൻസിയേഷൻ സ്റ്റെപ്പ് പ്രോസസ്സാണ് സഹായിക്കുന്നത്. ഇത് നോക്കിക്കേടാ, എല്ലാത്തിന്റെ മൂന്നാൾക്കാരുടെയും സമ്മപ്പ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഡി ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ സ്പെഷ്യലൈസേഷൻ ഓഫ് സെൽസ് ആയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി. ഡി ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ പിന്നെയും എന്ത് കിട്ടുക? ഇവിടെ വന്നപ്പോ സെൽ ഡിവിഷന്റെ പവർ മെല്ലെ പോയല്ലേ. ഇവിടെ ആയപ്പോ എന്താ? പിന്നെയും സെൽ ഡിവിഷനുള്ള പവർ റീഗെയിൻ ചെയ്തു. തേർഡ് സ്റ്റേജിലായപ്പോ എന്ത് പറ്റി?
പിന്നെയും അവര് മെച്ചുവേർഡ് ആവുമല്ലേ. സോ അവിടെ പിന്നെയും എന്ത് പറ്റി, അവരുടെ ഡിവിഷൻ ഒക്കെ തീർന്ന് ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറിൽ നിന്നും ഒരു സ്പെഷ്യലൈസ്ഡ് ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ ആ പ്രോസസ്സിൽ പ്രാപ്തരാക്കുന്നു. ആരെ? നമ്മളുടെ പ്ലാന്റ്സിന്റെ പാർട്സിന്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റ്സിന്റെ ഡെവലപ്മെന്റിനെ പറ്റി പഠിക്കാം. നമുക്കറിയാം ഏതൊരു കാര്യം വളരുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഡെവലപ്മെന്റ്, വികസനവും ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് തന്നെ ഒരു രാജ്യം ഡെവലപ്ഡ് ആണെന്ന് പറയുന്നത് എങ്ങനെയാണ്? അവിടെയുള്ള ബേസിക് ഫെസിലിറ്റീസുകളൊക്കെ കൂടുന്നു, അവിടെയുള്ള ആൾക്കാർക്ക് അത് വളരെയധികം ബെനിഫിഷ്യൽ ആയി മാറുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഒരു നാട് ഡെവലപ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ആണല്ലോ. സോ ഓൾ ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ ആൻ ഓർഗാനിസം ഫോർ ഇറ്റ്സ് ലൈഫ് അല്ലെ, അവരുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ ചേഞ്ചസുകളും എന്തിന്റെ ഭാഗമാണ്? ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. ചിലപ്പോൾ ഒരു പ്ലാന്റ് കുറെ നാള് വെയിലത്ത് ഇങ്ങനെ കരിഞ്ഞുണങ്ങി പോയിട്ടുണ്ടാവും അല്ലെ. പക്ഷേ എന്ത് പറ്റുന്നു? എവിടെയെങ്കിലൊക്കെ അതിനൊരു ചെറിയൊരു പച്ചപ്പ് കിട്ടിയ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കുഞ്ഞു മഴ പെയ്താൽ ആ പ്ലാന്റ് എന്ത് ചെയ്യും? റീഗ്രോത്ത് ചെയ്യാൻ, അല്ലെങ്കിൽ മെല്ലെ പച്ച പിടിക്കാൻ തുടങ്ങും എന്നൊക്കെ പറയണ പോലെ നമ്മളുടെ പ്ലാന്റ്സിന്റെ ഒരു ഇതെന്താന്ന് വെച്ചാല്, ഇഫ് ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് ഫ്രം ദ ജെർമിനേഷൻ ഓഫ് ദ സീഡ് ആൻഡ് എൻഡ്സ് ഇൻ ദ സെനസെൻസ്, ഓൾഡ് ഏജ് അഥവാ പൊഴിയുന്ന ടൈം വരെ നമ്മുടെ പ്ലാന്റ് എന്ത് ചെയ്യുന്നുണ്ടാ? വളരുന്നുണ്ട്, ഡെവലപ്ഡ് ആവുന്നുണ്ട്. സോ ഇറ്റ് വിൽ ഇൻക്ലൂഡ് ദ ഗ്രോത്ത്, ഡിഫറൻസിയേഷൻ ആൻഡ് മെച്ചുറേഷൻ ആണല്ലോ. ഗ്രോത്ത് ഫേസ്, മെച്ചുറേഷൻ ഫേസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലായിരുന്നു. അപ്പോ ഈ 3 ഫേസസിലൂടെയും പ്ലാന്റ് കടന്നു പോകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള റെപ്രസെന്റേഷൻ ഓഫ് ഒരു സീക്വൻസ് ഓഫ് ലൈഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ആദ്യമേ തന്നെ ഒരു സീഡ് എന്ത് ചെയ്തു? ഒരു സീഡായിരിക്കുക. ആ സീഡ് മെല്ലെ എന്ത് ചെയ്തു? ജെർമിനേറ്റ് ചെയ്തു ആണല്ലോ. റാഡിക്കിളും പ്ലിമ്യൂളും വന്നു. ആ റാഡിക്കിൾ എന്തായി മാറി? റാഡിക്കിൾ പിന്നീട് കുറച്ചു ദിവസം കഴിയുമ്പോൾ എന്താവും? ചെറിയൊരു റൂട്ട് ഹെയർസുകളൊക്കെ ഫോം ചെയ്യും. പ്ലിമ്യൂള് നേരെ മെല്ലെ പൊക്കത്തോട്ട് ഒരു തളിരിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു? വളർന്നു തുടങ്ങുന്നു ആണല്ലോ. അപ്പോ ഇത് എന്താ ചെയ്യുന്നേ? അവിടെ ഇപ്പൊ നമുക്ക് ഇത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളാ. അതേസമയം ഉള്ളിൽ എന്താ നടക്കുന്നത്? ഓരോ സിംഗിൾ സെൽസ് പിന്നീട് എന്തായി മാറാണ്? ഒരു ഹോൾ കോംപ്ലെക്സ് പ്ലാന്റ് ആയി മാറുന്നത് വരെ, എവിടെ വരെ? ഓൾഡ് ഏജ് സമയം വരെ ദ പ്ലാന്റ് ഈസ് ഗെറ്റിംഗ് മെച്ചുവേർഡ്, അല്ലെങ്കിൽ പ്ലാന്റ് ഈസ് ഗെറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? വളരുന്നുണ്ട്. ഓക്കെ, സോ ദ ഡെവലപ്മെന്റ് ഈസ് ഓൺലി ഫോർ ഹോൾ ഓർഗാനിസംസ് ബട്ട് ഓൾസോ അപ്ലൈസ് ടു ദ ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ് ആണല്ലോ. ഇപ്പൊ നമ്മളെ കണ്ടാ പറയോ അല്ലെ, ഓ എന്തൊരു ക്ഷീണാണ്, അയ്യോ ഭയങ്കരമായിട്ട് വണ്ണം വെച്ച്, എന്റെ വീട്ടിൽ നിന്നൊന്നും കഴിക്കാൻ തരില്ലേ എന്നൊക്കെ ചോദിക്കോ അല്ലെ. അപ്പൊ എന്താണ് അതിനർത്ഥം? എന്താ? മറ്റൊരാളുടെ കണ്ണുകൊണ്ട് നമ്മളെ കാണുമ്പോൾ അവര് വിലയിരുത്താണ്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ ഡെവലപ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല, നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണേന്ന് പറയും അല്ലെ. അപ്പോ അങ്ങനെ പ്ലാന്റ്സുകൾക്കും പ്ലാന്റ്സിൻ്റെതായ ഒരു ഹോൾ ഡെവലപ്മെന്റ് അവരുടെ പ്ലാന്റിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇൻസൈഡ് സെല്ലുലാർ പാർട്ടില് അവരുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ആ ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഡെവലപ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഡെവലപ്മെന്റ് നമ്മൾ ബാക്ക് ടു ദ ഫസ്റ്റ് പോർഷനിലേക്ക് നമ്മൾ തിരിച്ചു വരിക. എപ്പോഴും ഏതൊരു പ്ലാന്റിന്റെയും വളർച്ച സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാടാ? മെരിസ്റ്റമാറ്റിക് സെൽസുകളിൽ നിന്നല്ലേ. എപ്പിക്കൽ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം. ആദ്യമേ എപ്പിക്കൽ മെരിസ്റ്റം ഹൈറ്റ് വെപ്പിക്കുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ എപ്പിക്കൽ മെരിസ്റ്റം ഹൈറ്റ് വെപ്പിക്കുന്നു, ലാറ്ററൽ മെരിസ്റ്റം എന്ത് ചെയ്യുന്നു? പ്ലാന്റിന് വണ്ണം വെക്കാൻ സഹായിക്കുന്നു ആണല്ലോ. അപ്പോ ഈ 3 സെൽസുകൾ, 3 മെരിസ്റ്റമാറ്റിക് സെൽസുകൾ, ഇന്റർനോഡ് സെൽസുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് വിൽ എന്താണ്? അവിടെ നിന്നാണ് ശരിക്കും ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഇറ്റ് വിൽ ബിക്കം എങ്ങോട്ടേക്ക് വരുന്നു? പ്ലാസ്മാറ്റിക് ഗ്രോത്തിലേക്ക് വരുന്നു. പ്ലാസ്മാറ്റിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ പ്ലാന്റ്സിന്റെ സെല്ലിന്റെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ അതിലുള്ള സൈറ്റോപ്ലാസം അല്ലെ, അവരുടെ ഉള്ളിലുള്ള വാട്ടറി ഫ്ലൂയിഡ് ആയിട്ടുള്ള സൈറ്റോപ്ലാസം, സെല്ലിന്റെ ഉള്ളിലുള്ള പ്രധാനപ്പെട്ട ചേട്ടനായിട്ടുള്ള സൈറ്റോപ്ലാസത്തിനെ അവിടെ എന്ത് ചെയ്യുന്നു? വളർച്ച കൂട്ടാൻ സഹായിക്കുന്നതാണ് എന്ത്? പ്ലാസ്മാറ്റിക് ഗ്രോത്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇപ്പൊ എന്ത് പറ്റി? നമ്മുടെ പ്ലാന്റ് നീളം വെച്ചല്ലേ. അപ്പൊ ഇങ്ങനെ നീളം വെച്ചിരിക്കുമ്പോ, ഇലോങ്ങേറ്റഡ് ആവുമ്പോ അതിനുശേഷം എന്ത് ചെയ്യുന്നു? സെല്ല് ഡിഫറൻസിയേഷൻ നടത്തി സെല്ലിന് ഗ്രിത്ത് വെച്ച് സെല്ല് പിന്നീട് എന്തായി മാറുന്നു? പ്ലാന്റ് പിന്നീട് മെച്ചുറേഷൻ ഒക്കർ ചെയ്യുന്നു. മെച്ചുറേഷൻ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്ലാന്റ്സിന്റെ ഡിവിഷൻ നടക്കില്ല. പിന്നെ അവിടെ ആര് വരുന്നു? നമ്മുടെ പെർമനന്റ് സിമ്പിൾ ടിഷ്യൂസും കോംപ്ലെക്സ് പെർമനന്റ് ടിഷ്യൂസുകളും അവിടെ വന്ന് കയറും അല്ലെ. അങ്ങനെ കയറുന്നതിന്റെ ഭാഗമായി ഏറ്റവും അവസാനം ഈ പറയുന്ന മെച്ചുറേഷൻ എന്ന് അവസാനിക്കുന്നു, അന്ന് എന്ത് പറ്റുന്നു? നമ്മുടെ പ്ലാന്റ്സുകൾ ഓൾഡ് ഏജ് ആവുന്നു, സെനസെൻസിലേക്ക് എത്തുന്നു. പ്ലാന്റ് വിൽ ഗെറ്റ് എന്താവുന്നു? എൻഡ് ഇൻ ഡെത്ത് അല്ലെ. മരണത്തോട് ആ പ്ലാന്റ്
നശിഞ്ഞു പോകുന്നു. അപ്പൊ അതാ നോക്കിക്കേ, എന്താണ് പ്ലാസ്റ്റിസിറ്റി എന്ന് ഒന്നും കൂടെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. നമ്മൾ പറഞ്ഞു ഒരു സെല്ലിന്റെ ഉള്ളില് അല്ലെ, ഒരു സെല്ലിന്റെ ഉള്ളിൽ എന്ത് വേണം, ഒരു സെല്ലിന്റെ ഉള്ളില് സൈറ്റോപ്ലാസ്റ്റിന്റെ ഡെവലപ്മെന്റ് ആണെന്ന് പറഞ്ഞല്ലേ. അപ്പോ ഈ പറയുന്ന പ്ലാസ്റ്റിസിറ്റി ഇൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ഫോളോ, എന്ത് ഫോളോ ചെയ്യാൻ പറ്റുന്നു, ഡിഫറെന്റ് ഡെവലപ്മെന്റൽ പാത്വേ. ഇപ്പൊ നമ്മളുടെ കേസിലാണെങ്കിൽ ഒരു മനുഷ്യൻ ജനിച്ചു, ഒരു കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞ് ആദ്യം എന്തായി, ഇൻഫന്റ് ആയല്ലേ, പിന്നീട് ആ കുഞ്ഞ് എന്തായി മാറി, പിന്നീട് ആ കുഞ്ഞ് ഒരു ചൈൽഡ് ആയി നമ്മൾ വിളിക്കുന്നു, പിന്നെ നമ്മൾ എന്ത് വിളിക്കുന്നു, അഡൾട്ട് എന്ന് അല്ലെങ്കിൽ ടീനേജ് എന്ന് വിളിക്കുന്നു, പിന്നെ അവസാനം എന്തായി, ആള് യങ് ആയി, ദെൻ മരണത്തോടുകൂടി ആളെന്ത് അല്ലെങ്കിൽ ഓൾഡ് എന്ന് വിളിക്കുന്നു, ദെൻ ലാസ്റ്റ് എന്ത് സംഭവിക്കുന്നു, ഡെത്ത് സംഭവിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന പ്ലാന്റ്സിനും ഇതുപോലെ ഓരോ ഡെവലപ്മെന്റൽ ഏരിയാസുകളുണ്ട്. ആൻഡ് ഇത്തരത്തിലുള്ള പല ഡിഫറെന്റ് പാത്വേ ഓഫ് ഹോൾ പ്ലാന്റിന്റെ ലൈഫിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. പ്ലാസ്റ്റിസിറ്റി. ഓക്കെ, അപ്പോ it will allows the plants to form different structures to perform different functions. അല്ലെ, ഓരോ ഡിഫറെന്റ് ഫങ്ഷൻസുകൾ, ഓരോ ഡിഫറെന്റ് കണ്ടീഷൻസിൽ. ഇപ്പോ നമ്മുടെ പാരൻകൈമ സെൽസുകൾ ലിവിങ് ആണ്, അതേസമയം നമ്മുടെ സ്ക്ലീറൻകൈമ സെൽസുകൾ എങ്ങനെയാണ്, ഡെഡ് സെൽസുകൾ അല്ലേ. അപ്പൊ അവർ രണ്ടുപേരും ചെയ്യുന്ന കാര്യം വ്യത്യസ്തമാണ്. പാരൻകൈമ എപ്പോഴും എന്താണ്, ആ പ്ലാന്റിന് എപ്പോഴും ഒരു ലിവിങ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ സ്ക്ലീറൻകൈമ ഇസ് ആക്ച്വലി സംതിങ് പ്രൊവൈഡ്, എന്താ കൊടുക്കുന്ന, എനർജി അല്ലെങ്കിൽ ഒരു സപ്പോർട്ട്, ഒരു ബലമാണ് ആ പ്ലാന്റിന് കൊടുക്കുന്നത്. ഓക്കെ, സോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ക്യാൻ ഫോളോ, എന്ത് ചെയ്യാൻ പറ്റുന്നു, പ്ലാന്റിന്റെ പലതരത്തിലുള്ള ഡെവലപ്മെന്റിനെ ഫോളോ ചെയ്യാൻ പറ്റുന്നു. അതിന്റെ ഭാഗമായിട്ട് എന്ത് പറ്റുന്നു, അത് പ്ലാന്റിനെ എന്തിനേക്ക് അലോ ചെയ്യുന്നു, ടു ഫോം ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ഇൻ ഡിഫറെന്റ് കണ്ടീഷൻ ആണല്ലോ. ഇപ്പൊ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില കണ്ടീഷൻസുകളിൽ ഒരു ചെടി തന്നെ എടുത്താൽ അത് പല സ്ഥലത്തും പല ഫോമിലായിരിക്കും അവരുടെ വളർച്ച നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ പ്ലാസ്റ്റിസിറ്റി ഇൻ പ്ലാന്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി അടുത്തതാണ് ഇത് നമ്മുടെ ഹെട്രോഫൈൽ അഥവാ നമ്മുടെ ലീഫുകളുടെ പലതരത്തിലുള്ള ഡിഫറൻസിയേഷൻ. നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരില, ആദ്യത്തെ ഇല ഏതാണ്, നമ്മുടെ ജുനൈൽ ഇല അല്ലെ. എന്ന് വെച്ചാൽ എന്താ, ജുനൈലിന്റെ പേരിൽ തന്നെ ജുവനൈൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഏതാണ്, കുഞ്ഞു കുട്ടികളുടെ ജയിലിൽ നിന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അതായത് എന്തെങ്കിലും കുറ്റകൃത്യമൊക്കെ ചെയ്ത ആ മക്കളെ എവിടെ ഇടും, ജുവനൈൽ ഹോം അല്ലെങ്കിൽ ജുവനൈൽ ജയിലിലൊക്കെ കൊണ്ടിടും എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ലീവ്സുകള് പ്രധാനമായിട്ടും നോക്കിക്കേ രണ്ട് രീതിയിലാണ് കാണുന്നത്. ദ ഫസ്റ്റ് വൺ ആണ് ഇത് ജുവനൈൽ ഫോം. ജുവനൈൽ ഫോം എന്ന് പറയുമ്പോൾ ആ പറയുന്ന ലീഫ് എന്താണ്, വളരെ ചെറുതായിരിക്കും, ഇങ്ങനെ ഒരു നേർത്തൊരു ചെറിയൊരു സ്ട്രക്ചർ ആയിരിക്കും അല്ലെ. അതേസമയം ആ ജുവനൈലിൽ നിന്നും കുറച്ച് ഡെവലപ്മെന്റൽ ചേഞ്ചസ് ഒക്കെ വന്നിട്ട് ആ പ്ലാന്റിന്റെ ലീഫ് എങ്ങനെയാവോടാ, നല്ല എന്താ പറയാ, നല്ല ഇങ്ങനെ ഓരോ ഡിഫറെന്റ് ലെയേഴ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ടെക്സ്റ്റേഴ്സുകൾ ഓരോ ഇലയുടെ പാർട്ടീഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹെട്രോഫൈലിൻ, നമ്മുടെ ബട്ട് കപ്പ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. അത് ബട്ടർ കപ്പ്, അതായത് ഇങ്ങനെ കുറച്ചും കൂടെ വലുതായിരിക്കും അല്ലെ. ആൻഡ് നമുക്ക് നോക്കാം, നമുക്ക് പിന്നെ കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് താഴെ നമ്മളുടെ വെള്ളം വേറൊരു കണ്ടീഷൻ അല്ലേ. അപ്പോ വെള്ളത്തിൽ കാണുന്ന അത്തരം ഇലകൾ എങ്ങനെയാണ്, അവിടെ ഇലകൾ നോക്കുമ്പോ എന്താ, കുറച്ച് നേർത്തിട്ടാണ് അല്ലെ, നിങ്ങൾക്ക് ഇങ്ങനെ നീളത്തിലുള്ള ഇലകളാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ പല കണ്ടീഷനിലും പല രീതിയിലുള്ള ഇലകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, സോ ഇതിന്റെ കീ പോയിന്റ് ആയിട്ട് നമുക്ക് നോക്കാവുന്നത് ഈ ഹെട്രോഫൈലിന്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, എക്സാമ്പിൾ ഓഫ് പ്ലാസ്റ്റിസിറ്റി നോക്കുകയാണെങ്കിൽ, ഇറ്റ് വിൽ ഷോ ദ പ്ലാന്റ്സ് എന്താണ്, അഡാപ്റ്റ് ദിയർ സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ദിയർ എൻവിയോൺമെന്റൽ കണ്ടീഷൻ അഥവാ ഏജ്. നമ്മളുടെ ആ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ടെറസ്ട്രിയൽസിൽ കാണപ്പെടുന്ന ഇലകളും വെള്ളത്തിൽ കാണപ്പെടുന്ന ചെടികളുടെ ഇലകളും തമ്മിൽ നല്ല താഴെ കാണുന്നതിന് നല്ല വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ ഓരോ എൻവിയോൺമെന്റൽ കണ്ടീഷൻ അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാന്റ്സുകളുടെ ഇലകൾ ഡിഫറെന്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾക്ക് ഇവരുടെ റിലേഷൻഷിപ്പ് നോക്കിയാൽ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഗ്രോത്ത്, ഡിഫറൻസിയേഷൻ ആൻഡ് ഡെവലപ്മെന്റ് നോക്കിയാലോ. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ, സംതിങ് വിച്ച് ഫോർവേഡ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതേസമയം ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ എന്താ, സംതിങ് വിച്ച് ഈസ് ഡിവിഷൻ നടന്നുകൊണ്ടിരിക്കുക. ഗ്രോത്ത് നടക്കണമെങ്കിൽ ഡിവിഷൻ വേണം അല്ലെ. ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഡിഫറൻസിയേഷനിലൂടെ നടന്ന ഗ്രോത്ത് എന്താവുകയാണ്, ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു റിസൾട്ട് നമുക്ക് തരുവാണെന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പൊ അതാ നോക്കിക്കേ, ഗ്രോത്ത് ആൻഡ് ഡിഫറൻസിയേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവര് ക്ലോസ്ലി പാക്ഡ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ
ഒരു പ്ലാന്റ് വളരണമെങ്കിൽ ഡിഫറൻസിയേഷൻ നടക്കണം. ആ പ്ലാന്റ് ഡിഫറൻസിയേഷൻ ചെയ്ത് വളർന്നുണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ, ഡെവലപ്മെന്റ് നടക്കുന്നുള്ളൂ. സോ ദീസ് ആർ ഇന്റർ കണക്റ്റഡ് ആണ്. ഇത് കണ്ടോ, ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗ്രോത്തും ഡിഫറൻസിയേഷനും കൂടി ചേർന്നതാണ്. പ്ലാന്റ് ഡെവലപ്മെന്റ് ഈസ് കൺട്രോൾഡ് ബൈ 2 ഡിഫറെന്റ് ഫാക്ടേഴ്സ്, ഇൻട്രസിനിക് ഫാക്ടർ ആൻഡ് എക്സ്ട്രസിനിക് ഫാക്ടർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെഷനിൽ നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലെ. ഇൻട്രസിനിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആ പ്ലാന്റ്സുകളുടെ ഉള്ളിലുള്ള ഓരോ ഫാക്ടേഴ്സ്, സെല്ലിന്റെ സൈസ്, കാര്യങ്ങൾ. എക്സ്ട്രസിനിക് ഫാക്ടേഴ്സ് അഥവാ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്ലാന്റ്സുകൾക്ക് വേണ്ടിയുള്ള ടെമ്പറേച്ചർ, pH, അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇതാ നോക്കിക്കേ, ഇൻട്രൻസിക് ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിലുള്ള സെല്ലുലാർ കാര്യങ്ങൾ, കെമിക്കൽസുകൾ ആയിക്കോട്ടെ, ജനറ്റിക് ഫാക്ടേഴ്സുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്, ഗ്രോത്ത് ഹോർമോൺ റെഗുലേറ്റേഴ്സും കാര്യങ്ങളും. എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് നോക്കിക്കേ, ചൂട്, തണുപ്പ്, pH, അതുപോലെ തന്നെ ഓക്സിജൻ, ന്യൂട്രിയൻസ്, നമ്മുടെ പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സുകൾ ആണല്ലോ. അപ്പോൾ ഇത് നോക്കിക്കേ, നമ്മളുടെ ക്ലാസ്സിലുള്ള ഇത്രയും പോർഷൻസ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്തത്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇനി എന്ത് പഠിക്കും, നമ്മുടെ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെ പറ്റി പഠിക്കും കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. മക്കൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.